നമസ്കാരം. ഇന്ന് കല്ലടിക്കോട് മെക്സവന്റെ സെന്റർ തുടക്കം കുറിച്ചാണ്. മെക്സവനെ അറിയുണ്ടാവും. നമ്മുടെ നാട്ടില് ജീവിതശൈലി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി പേരുടെ ഒരു ആശ്വാസമായി ഈ വ്യായാമ കൂട്ടായ്മ ധാരാളം സെന്ററുകൾ ദിനം പ്രതി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി കല്ലടിക്കോട് ഇന്ന് പുതിയ സെന്റർ സ്റ്റാർട്ട് ചെയ്തു. 40-40ഓളം ഈ ശക്തമായ മഴയെ അതിജീവിച്ചാണ് ഇന്ന് 40ഓളം ആളുകൾ വ്യായാമത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായി എല്ലാ ദിവസവും ചെയ്യുന്ന വ്യായാമമാണ്. എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥയിലും നല്ല പങ്കാളിത്തം ഉണ്ടാക്കി കല്ലടിക്കോട് സെന്റർ. അപ്പോൾ ഇതിന്റെ കൂട്ടായ്മയിലേക്ക് കല്ലടിക്കോടുള്ള ബാക്കി മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ്. ഇതിന്റെ ഗുണം ധാരാളം ലഭിക്കുന്ന ഒരു ഐറ്റങ്ങളാണ്. അപ്പോൾ ശരീരത്തിന് എല്ലാ ഭാഗത്തും കൃത്യമായി ഇതിന്റെ ഗുണങ്ങൾ ലഭിക്കും. എല്ലാ ആളുകൾക്കും, എത്ര പ്രായമായാലും എല്ലാ ആളുകൾക്കും ചെയ്യാനും അതുപോലെ തികച്ചു സൗജന്യമായ രീതിയിലാണ് മെക്സവന്റെ സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മറ്റുള്ള വ്യായാമത്തിൽ നിന്ന് അപേക്ഷിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതുപോലെ ഇത് ഒരു ട്രെയിനർ മുഖേനയാണ് നമ്മൾ എല്ലാ സെന്ററുകളും വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണത്. ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളെയും ഒന്നിച്ച് കൂട്ടി അവർക്ക് നാട്ടിനുള്ള ഒരു ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലേക്ക് എത്തിയ എല്ലാവരെയും മെക്സവന്റെ പേരിൽ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു. ഇനി നാളെ മുതൽ തുടർച്ചയായി കല്ലടിക്കോട് ബാലാസ് തിയേറ്ററിന്റെ അടിവശത്ത് ഇനി എല്ലാ ദിവസവും ആരംഭിക്കും. എന്നൊരു പരിപാടി തുടങ്ങി വെച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. പുതിയ തലമുറ പഴയ ആൾക്കാർക്കും ചെറുപ്പക്കാർക്കും വലിയ വയസ്സന്മാർക്കുമായി കൊണ്ടുള്ള ആരോഗ്യപരമായി കൊണ്ടുള്ള ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങൾക്കും മാറ്റം വരുത്താൻ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതിൽ സന്തോഷിക്കുകയാണ്. അത് ഏറ്റവും ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ മനസ്സമ്മർദ്ദങ്ങളും ആരോഗ്യങ്ങളും നശിപ്പെടുന്നതും അരമണിക്കൂറും ഒരു കൂട്ടായ്മയിൽ കൂടെ മെക്സവന്റെ പരിപാടി നടത്തുന്നതെന്ന് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നു. ആ പരിപാടിയിൽ ഞാനും പങ്കാളിയായി ചേർന്നുകൊണ്ട് തന്നെ ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിലേക്ക് ആവട്ടെ, എല്ലാവരെയും ആരോഗ്യങ്ങളും എല്ലാം സംരക്ഷിച്ചുകൊണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.